ഏലത്തൂരിൽ എ.കെ. ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ എൻ.സി.പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്ക മുഹമ്മദിന് അതൃപ്തി. പാർട്ടി കമ്മിറ്റി യോഗത്തിൽ തന്റെ പേരാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വം മാറ്റിയതെന്ന് അറിയില്ലെന്നും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് തീരുമാനത്തിൽ അതൃപ്തിയുണ്ടെന്നും മുക്ക മുഹമ്മദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എ.കെ. ശശീന്ദ്രനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൻ.സി.പി യോഗത്തിൽ പോലും കേട്ടൊരു പേരായിരുന്നു മുക്കം മുഹമ്മദ് എന്ന്. അതിൻ്റെ പേരിൽ പ്രമേയം ഉൾപ്പെടെ പാസ്സാക്കിയിരുന്നു. ഇപ്പോൾ മുക്കം മുഹമ്മദ് തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. എന്താണ് ദേശീയ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തില്ലേ? അക്കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഇവിടെ നിന്ന പൊതുസമൂഹമൊക്കെ അധികം മത്സരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം പൊന്തി വന്നിരുന്നു. അതിനടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠേന പ്രമേയം പാസ്സാക്കി. ഇന്ന് നിങ്ങളുടെ സമ്പൂർണ്ണ കൺവെൻഷൻ ആ പ്രമേയത്തിന് സാധൂകരണം നൽകുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ വിചാരിച്ചിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജില്ലാ നേതാക്കളുമായി ഞാൻ സംസാരിക്കും. അതിനനുസരിച്ചത്തിൽ ഭാവി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കും. LDF-യുടെ ജില്ലയുടെ കൺവീനർ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പരിമിതി എനിക്ക് അക്കാര്യത്തിലുണ്ട്. ഇടതുപക്ഷ മുന്നണിയെ ക്ഷീണിപ്പിക്കുകയോ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നിലക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. ദീർഘകാലമായ ഒരു പാർട്ടി, ഒരു ചെറിയ പാർട്ടിയാണ്. അതിനകത്ത് 8 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 6 തിരഞ്ഞെടുപ്പും ജയിച്ചു, 30 കൊല്ലം MLA ആയി, 10 കൊല്ലം മന്ത്രിയായി. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാം ഉണ്ടായിട്ട് പോലും ഇനിയും മത്സരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകന്മാർക്ക് അക്കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട്. സ്വാഭാവികമായ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എ.കെ. ശശീന്ദ്രൻ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ പ്രഖ്യാപനത്തിന് ശേഷം? എന്നെ വിളിച്ചിരുന്നു. ഞാൻ വരുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. കൺവെൻഷനിൽ വെച്ച് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ ഫുൾ ജനറൽ ബോഡി യോഗമായിരുന്നു, എല്ലാവരും വന്നിരുന്നു. ഏകകണ്ഠേന പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും അവിടെ എ.കെ. ശശീന്ദ്രൻ മത്സരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനം അങ്ങനെ തീരുമാനിച്ച് ഇറങ്ങുമ്പോഴാണ് കേന്ദ്ര തീരുമാനം വന്നിട്ടുള്ളത്. ഏലത്തൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുക്കം മുഹമ്മദാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് പാർട്ടി നിലപാടിന് വിപരീതമായി ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.